ഹാപ്പി ക്രിസ്മസിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. നമ്മൾ പള്ളിക്ക് പോയിട്ടുണ്ട് പാതിരാ കുർബാനയ്ക്ക്. എല്ലാ കൊല്ലൊന്നും പോകാറില്ല, ആദ്യമായിട്ടാണ് പോണത്. ഉണ്ണിയോളൊക്കെ കുത്തി കുലുക്കി എണിപ്പിച്ചിട്ട് നമ്മളിതേ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. പള്ളിയിലത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പള്ളിയിൽ ഉണ്ടാക്കി വെച്ചേക്കണ ട്രീ ആണ് കേട്ടോ ഈ കാണുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പള്ളിയിലത്തെ ട്രീ? കമൻറ്റ് ബിലോ കമൻറ്റ് ചെയ്യാട്ടോ. ഞങ്ങളുടെ പള്ളിയിലെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും കളിക്കുന്നതാണ് ഇത്. ബോണത്താലെ നമ്മുടെ തൃശ്ശൂർ ഇന്നാണ്, അതായത് ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ 27th ബോണത്താലെ. നമ്മുടെ ഓരോ പള്ളികളിലും ബോണത്താലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോണത്താലെ പിള്ളേർ കളിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് കളിച്ചു. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. പുലർച്ചയൊക്കെ അത് കാണാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഉറക്കൊന്നും വരില്ല കേട്ടോ, ഉറക്കൊക്കെ പോവും. കണ്ടു നിങ്ങളുടെ ഡയലോഗ് കേട്ടിട്ട് ആൾക്കാർ ചിരിച്ചു പോകും. അതെ, ഒട്ടകാണ് രാവിലെ തെറ്റി പഠിപ്പിച്ചോടും. ബാഗ് നോക്കുന്നു. പാതിര കുർബാനയ്ക്ക് പോയി വന്നു. വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി പിള്ളേരൊക്കെ കെടുത്തിട്ടുണ്ട്. ഇനി ഉറങ്ങാൻ പോവാ. കണ്ണൊക്കെ ചോന്നിട്ടാണ് ഇരിക്കുന്നത്. കാറ്റത്ത് പൊടിയൊക്കെ പോയിട്ട് എന്തായാലും ഉറങ്ങട്ടെ. നാളെ രാവിലെ നേരത്തെ ആയിട്ട് വേണം വീട്ടിൽ പോവാൻ. അപ്പോൾ ഗുഡ് നൈറ്റ്. നേരം വെളുത്തു, ഞാൻ എണീറ്റു. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ. പപ്പയും മോളും കിടക്കണം കണ്ട. പപ്പയും മോളും ദേ ഇങ്ങനെ ഈ കട്ടിലുമ്മ കിടക്കുന്നുണ്ട്. അപ്പുറത്തെ കട്ടിലുമ്മ അപ്പൂസ് ഇതേ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. കുട്ടപ്പായി ഇതേ ഇങ്ങനെയും കിടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അമ്മയും മക്കളൊക്കെ കിടന്ന് ഉറങ്ങി. 8:30 ആയി. ഞാൻ പതുക്കെ എണീറ്റ് പോട്ടേട്ടാ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. ഇന്നലെ പാതിര കുർബാനയ്ക്ക് പോയി. വേഗം തന്നെ വീട്ടിൽ വന്നപ്പോൾ എന്നെ ഒന്ന് ഉറങ്ങിയിട്ടാ. ഇന്നലെ പള്ളിയിൽ പോയപ്പോൾ മിറ്റത്ത് നിന്ന് നിൽക്കണ്ടായിരുന്നു. ഭയങ്കര കാറ്റടിച്ച് കണ്ണിൽ കരട് പോയി. കണ്ണ് ഭയങ്കര റെഡ് കളറായിരുന്നു. ഇപ്പോഴതൊരു തടച്ചിലുണ്ട്, ചെറിയൊരു വേദന പോലെ. ഇന്ന് നേരത്തെ അല്ല 8 മണിയായപ്പോഴായിട്ട് ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചു. പിള്ളേർ നേരം വീട്ടായിട്ടത്. ഞാൻ എണീറ്റ് ബാക്കി പണികളുണ്ടായിരുന്നു. ചോറ് കുറച്ച് വെച്ചു, അതേ കഴിക്കാൻ പോണു, പിള്ളേർക്ക് കൊടുക്കാൻ പോണു. ഒക്കെ പാത്രത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പോർക്കിറച്ചിയുടെ കാര്യം പറയേണ്ടത് തന്നെയാട്ടോ. പക്ഷെ ഇതുപോലൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് പോർക്കിറച്ചി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പോർക്കിറച്ചി വേഗം കഴിഞ്ഞു. കോഴി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് വീട്ടിൽ പോണത്.
2 ദിവസം നിൽക്കണം. അധികം നാൾ നിൽക്കാൻ പറ്റില്ല. കോഴി 3 ഉണ്ടല്ലോ, അപ്പോൾ അവരെ നോക്കണം. അത് കാരണം അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം പണിയോട് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്തുമസ്. അടിച്ച് പൊളി. അങ്ങനെ ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആങ്ങളുടെയും അടുത്തേക്ക് ഞാൻ ഓടിയെത്തി. വന്ന വഴിക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊട്ട് ഐസ്ക്രീമാണാവോ, സിൽവറാ അങ്ങനെ എന്തൊക്കെ എന്താണാവോ, ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എനിക്ക് പിള്ളേർ കുറേ നാൾ കൂടിയിട്ടാണ് കഴിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കഴിക്കാൻ പറ്റണില്ല, മൂക്കടപ്പ് കാര്യങ്ങളും തൊണ്ടവേനൊക്കെ വരുന്ന കാരണം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ആ ബേക്കറി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഐസ്ക്രീം വാങ്ങിക്കൂ ചേട്ടാന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടാ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. പിള്ളേർക്കൊക്കെ തിരിച്ചു കൊടുത്തു. ബാക്കി പാത്രം കൊണ്ട് ഞാൻ ആ മണ്ടയിൽ ഇരുന്നിട്ട് കഴിക്കുക. വോയിസ് ഓവർ കൊടുക്കാനുള്ള മടിക്ക് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കുട്ടികൾ പാട്ട് വെച്ചിട്ട് എന്തോ പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് കാരണം ഞാനത് കളഞ്ഞ് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു വീണ്ടും. അല്ലെങ്കിൽ ആ പാട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല വൃശ്ചിക കാറ്റ് നല്ലോണം ഉണ്ട്. നല്ല കാറ്റ്, നല്ല സുഖം. ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരുന്നെല്ലാം മറന്ന് എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഐസ്ക്രീം തിന്ന് ഇരിക്കാനായിട്ട് എന്തൊരു രസം. നമ്മുടെ മോനെ മിനിയമ്മ മോനാണേന്ന് അല്ലേ? അങ്ങനെ പാടി പോയിട്ട് പാട്ട് പഠിച്ചോ ചോദിക്കാമ്മ. ആ വണ്ടികളുടെ പേരെ പറയണേ അമ്മ. ഓട്ടോറിക്ഷ, കാറ്, പെട്ടിവണ്ടി, ഓട്ടോറിക്ഷ, ഇത്ര വണ്ടികളുടെ പേര് പഠിച്ചു അല്ലേ? പിന്നെ മോളിൽ കൂടെ പോണ വണ്ടി ഏതാ? ആ മോളിൽ കൂടെ പോണെന്ന് പറയുന്ന എയറോ. എവിടെ എത്തി? കീ കൊടുത്ത പാവ. അവിടെ അമ്മ ഒളിപ്പിച്ചാണ് അണ്ടിപ്പരിപ്പിന്റെ ബദാമിന്റെ അണ്ടിപ്പരിപ്പിന്റെ ചെപ്പ് അമ്മ ഒളിപ്പിച്ച് വെച്ചതാ. ആമിക്കുട്ടിക്ക് പറ്റാവുന്ന കുസൃതികളൊക്കെ കാണിച്ചതിന് ശേഷം അവളെ ഉച്ചമയക്കത്തിലേക്ക് പോയി. സൂപ്പറാണ്. പായസം കൂടെ കുടിക്കാം. ക്രിസ്മസിന് കേക്ക് തിന്നാല്ലേ? പലതരം. അപ്പോൾ ക്രിസ്മസിന് ഡാൻസ് കളിക്കുന്നു. എങ്ങനെയുണ്ടമ്മ കേക്ക്? നല്ല മണ്ണുണ്ട് അല്ലേ? ഏലക്കായടിയും രസമുണ്ട്, ഇഷ്ടായി. അപ്പോൾ ക്രിസ്തുമസിൻ്റെ അന്നത്തെ ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു. എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല തണുത്ത കാറ്റും എല്ലാം അങ്ങനെ ആസ്വദിച്ച് മുറ്റത്ത് ഇങ്ങനെ വന്നിരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഈ ഒരു അമ്പിളിയമ്മാവൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.